നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ 27ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പറയുന്നത് ചാപ്റ്റർ 10 ഡിപ്പോസിറ്റ് അഥവാ നിക്ഷേപങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഞാൻ അതിനു മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അഡ്വാൻസിനെ കുറിച്ച്, ലോൺസ് ആൻഡ് അഡ്വാൻസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് രണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒന്നുകൂടി ആ ചാപ്റ്ററിലെ ആ ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാണ്, അല്ലെ ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻ നടത്തുകയാണ്. നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ചാപ്റ്റർ 10ലേക്ക് പറയും. ഒന്ന് സിവിൽ അഡ്വാൻസ് ആണ്. ഈ സിവിൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓൺ അഡ്വാൻസ്, HBA ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, മെഡിക്കൽ ട്രാൻസ്ഫർ അലവൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, മോസ്കിറ്റോ നെറ്റ് അലവൻസ്, ട്രാൻസ്ഫർ അഡ്വാൻസ്, ഇവയൊക്കെ സിവിൽ അഡ്വാൻസിൽ വരുന്നവയാണ്. പിന്നെ അതിൽ നമ്മൾ പറയാനുള്ള, ഒരിക്കൽ കൂടി അത് പറഞ്ഞു തരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഒരു അഡ്വാൻസ് ആണ്. ഇപ്പൊ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് എന്ത് വേണം, പിന്നെ അതിൽ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീയും ഇൻട്രസ്റ്റ് ഉള്ളതും ഒക്കെ ഉണ്ട്. അപ്പോ ഓണ അഡ്വാൻസ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഫ്രീ എന്നല്ല, അഡ്വാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു അർത്ഥം എന്താണ്, തിരിച്ചടയ്ക്കേണ്ടത് എന്നാണ്. അതിൽ തിരിച്ചടയ്ക്കേണ്ടതിൽ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളതും ഉണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീയും ഉണ്ട്. അപ്പോൾ ഓൺ അഡ്വാൻസ്, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, മെഡിക്കൽ അഡ്വാൻസ്, ട്രാൻസ്ഫർ അഡ്വാൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ്, മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ്, ട്രാൻസ്ഫർ അഡ്വാൻസ്, ഇതൊക്കെ സിവിൽ അഡ്വാൻസിൽ വരുന്നതാണ്. ഇതിൽ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ഉണ്ട്. ലോണ് തിരിച്ചടച്ച ഈ അഡ്വാൻസ് തിരിച്ചടച്ചാൽ മതി, ഇൻട്രസ്റ്റ് ഇല്ല. ആ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് നമുക്ക് ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ്. അതൊക്കെ സാധാരണഗതി നമുക്കറിയാം 5 തവണകളായിട്ട് തിരിച്ചടയ്ക്കുകയാണ്. ഉത്സവ സമയത്ത് നമുക്ക് തരും, 5 തവണയായിട്ട് തിരിച്ചടയ്ക്കുന്നു, അതിന് പലിശയില്ല. പിന്നെ അത് മറ്റേതെങ്കിലും ഫെസ്റ്റിവൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ വരും. പിന്നെ മോസ്കിറ്റോ നെറ്റ് അഡ്വാൻസ്, അതും ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്, പലിശ ഇല്ലാത്തതാണ്. പിന്നെ ട്രാൻസ്ഫർ അഡ്വാൻസ്, ട്രാൻസ്ഫർ അഡ്വാൻസും എന്തില്ല, പലിശ ഇല്ലാത്ത അടവാണ്. ഇനി ഇൻട്രസ്റ്റ് ഉള്ളതുണ്ട്, പലിശ ഉള്ളതെന്ന് പറയുന്നത് സൈക്കിൾ അഡ്വാൻസ്, അത് പലിശ ഉള്ളതാണ്. മാരേജ് അഡ്വാൻസ്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ മക്കൾക്ക് കല്യാണത്തിന് കൊടുക്കുന്ന, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് അനുവദിക്കുന്ന ഒന്നാണ് മാരേജ് അഡ്വാൻസ്. പിന്നെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, വീട് വെക്കാൻ ഉള്ള അഡ്വാൻസ്, ഇതിനൊക്കെ എന്തുണ്ട്, പലിശ ഉണ്ട്. ഇപ്പൊ സൈക്കിൾ അഡ്വാൻസിന് പലിശയുണ്ട്, മാരേജ് അഡ്വാൻസിന് പലിശയുണ്ട്, HBAക്ക് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസിന് പലിശയുണ്ട്. മെഡിക്കൽ അഡ്വാൻസിന് പലിശ ഇല്ല. എന്നാല് 3 മാസത്തിനുള്ളിൽ അത് ബില്ലുകൾ റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയാണ് പറയാ അത്. ഇനി റവന്യൂ അഡ്വാൻസിൽ എന്നത്, അപ്പൊ സിവിൽ അഡ്വാൻസിലാണ് നമ്മളിപ്പോ നിന്നത്. റവന്യൂ അഡ്വാൻസ് എന്നത് സർക്കാർ ജീവനക്കാർക്കോ വകുപ്പുകൾക്കോ പ്രത്യേക ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് മുൻകൂറായി അനുവദിക്കുന്ന തുകയാണ്. ഇത് സാധാരണയായിട്ട് അപ്രതീക്ഷിതമായ ചെലവുകൾക്കോ കൃത്യമായ ബില്ല് സമർപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടി വരുന്ന ചെലവുകൾക്കോ വേണ്ടിയാണ് ഇത് നൽകുന്നത്. ഇപ്പൊ ബില്ലുകൾ മാറി പണം വരുന്നത് വരെ കാത്തു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് റവന്യൂ അഡ്വാൻസ് സാധാരണഗതിയിൽ അനുവദിക്കുന്നത്. ഈ തുക പിന്നീട് കൃത്യമായും ശരിക്കും വൗച്ചറുകളും ബില്ലുകളും ഒക്കെ സമർപ്പിച്ചിട്ട് ക്രമപ്പെടുത്തേണ്ടതാണ്, അത് റെഗുലറൈസ് ചെയ്യേണ്ടതാണ് പിന്നീട്. ഇപ്പൊ അതിൽ വരുന്ന ഒന്ന് പെർമനന്റ് അഡ്വാൻസ് ആണ്. ഇപ്പൊ പെർമനന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഫീസിലെ ചില്ലറ ചെലവുകൾക്ക്, ഉദാഹരണമായിട്ട് തപാൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ ചെറിയ റിപ്പയർ എന്നിവയ്ക്കൊക്കെ അനുവദിക്കുന്ന തുകയാണ് പെർമനന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. ഈ പെർമനന്റ് അഡ്വാൻസിന് നമ്മൾ ശരിക്കും പിന്നീട് മറ്റൊരു പേര് ഇംപ്രസ്ഡ് മണി എന്നുകൂടി പറയാറുണ്ട്. ഇനി മറ്റൊന്ന് സ്ഥലം വേർതിരിച്ച് അടയാളപ്പെടുത്തുന്നതിനുള്ള അഡ്വാൻസ്. ഇപ്പൊ സ്ഥലം വേർതിരിച്ച് അടയാളപ്പെടുത്തുന്നതിനുള്ള അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ വർക്കിന് ശേഷം, സ്ഥലം വേർതിരിച്ച് അളന്നതിന് ശേഷം ഭൂ ഉടമകളിൽ നിന്നും ഈടാക്കിയ ചെലവ് ആ കറസ്പോണ്ടിങ് ശീർഷകത്തിൽ, ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അടയ്ക്കേണ്ടതാണ്. അപ്പൊ അത് മുൻകൂർ കിട്ടിയതിന് ശേഷം ആ പണം, ചെലവ് ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ തിരിച്ചടയ്ക്കേണ്ടതാണ്. ഇനി മറ്റൊന്നാണ് നഷ്ടപ്പെട്ട അതിർത്തി രേഖകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അഡ്വാൻസ്. വീണ്ടും മറ്റൊന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള അഡ്വാൻസ്. അപ്പൊ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ, ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട തുക കക്ഷികളിൽ നിന്ന് ഈടാക്കിയിട്ട്
ട്രഷറിയിൽ അടയ്ക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ സിവിൽ അഡ്വാൻസിനെ കുറിച്ചും റവന്യൂ അഡ്വാൻസിനെ കുറിച്ചും ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 10ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കണം. 10ാമത്തെ ചാപ്റ്ററിൽ ഡിപ്പോസിറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. സിവിൽ ഡിപ്പോസിറ്റുകളെയാണ് ഈ അധ്യായത്തിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ സിവിൽ ഡിപ്പോസിറ്റിലെ ഇനം എന്ന് പറയുന്ന കുറേ ഇനങ്ങളുണ്ട്. ശരിക്കും റവന്യൂ ഡിപ്പോസിറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ, സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ്, ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ്, പേഴ്സണൽ ഡിപ്പോസിറ്റ്, ഫോറസ്റ്റ് ഡിപ്പോസിറ്റ്, പബ്ലിക് ഡിപ്പോസിറ്റ്, ട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫണ്ടുകൾ, പൊതുസ്ഥാപനങ്ങൾക്കോ സ്വകാര്യങ്ങൾക്കോ വേണ്ടി ചെയ്യുന്ന ജോലികൾക്കുള്ള ഡിപ്പോസിറ്റ്, ഉടമസ്ഥർ ആവശ്യപ്പെടാത്ത പ്രോവിഡന്റ് ഫണ്ട് ഡിപ്പോസിറ്റുകൾ, ഗവൺമെന്റ് വായ്പകൾക്കുള്ള ഡിപ്പോസിറ്റ്, സർക്കാരിന്റെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെ ഡിപ്പോസിറ്റ്, തെരഞ്ഞെടുപ്പുമായിട്ട് അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിപ്പോസിറ്റുകൾ. അപ്പൊ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു സംശയം എല്ലാവർക്കും തോന്നാം. അപ്പൊ നമുക്ക് ഈ റവന്യൂ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് സർക്കാർ ഓഫീസുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പൊതുജനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ താൽക്കാലികമായി കെട്ടിവെക്കുന്ന തുകയെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ സർക്കാരിലേക്ക് മുതൽ കൂട്ടേണ്ട പണമല്ല ഇത് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുക. മറിച്ച് ചില നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി സർക്കാർ പക്കൽ സൂക്ഷിക്കുന്നതും പിന്നീട് അത് നൽകിയ ആൾക്കോ അല്ലെങ്കിൽ അർഹതപ്പെട്ട മറ്റു വ്യക്തികൾക്കോ തിരികെ നൽകേണ്ടതുമായ തുകയാണ് ഇവിടെ ഈ ഡിപ്പോസിറ്റ് ആയിട്ട് പറയുന്നത്. പല സാഹചര്യങ്ങളിൽ നമ്മൾ റവന്യൂ ഡിപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. അപ്പൊ അതില് കോടതി നിക്ഷേപങ്ങൾ, സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കോടതികളിൽ കേസുകളുമായി ബന്ധപ്പെട്ട് കെട്ടിവെക്കുന്ന തുകയുണ്ട്. പിന്നെ സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ റവന്യൂ റിക്കവറിയിൽ കുടിശ്ശിക ഈടാക്കുന്ന നടപടികൾക്കിടയിൽ തർക്കമുള്ള തുക താൽക്കാലികമായി ഡിപ്പോസിറ്റ് ചെയ്യിക്കാറുണ്ട്. ഇനി കരാറുകളിലോ ലേലങ്ങളിലോ പങ്കെടുക്കുമ്പോൾ നൽകുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾ ഉണ്ട്. ഇനി ഇത് തിരികെ നൽകലാണ് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞതിപ്പോ എന്താണ്, ഇതൊരു താൽക്കാലികമായിട്ട് സൂക്ഷിക്കൽ മാത്രമാണ്. അതായത് സർക്കാർ ഓഫീസുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പൊതുജനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ താൽക്കാലികമായി കെട്ടിവെക്കുന്ന തുകയാണ് ഈ ഡിപ്പോസിറ്റുകൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് തിരികെ നൽകണമല്ലോ. ഏതാവശ്യത്തിനാണോ പണം നിക്ഷേപിച്ചത് ആ ആവശ്യം പൂർത്തിയായ ശേഷം അർഹമായ രേഖകൾ ഹാജരാക്കിയാൽ ഈ തുക തിരികെ ലഭിക്കും, അത് റീഫണ്ട് കിട്ടുന്നു. ഇനി കാലാവധി, ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, കാലാവധി ആയത്. റവന്യൂ ഡിപ്പോസിറ്റുകൾ അനന്തകാലം ട്രഷറിയിൽ സൂക്ഷിക്കില്ല. സാധാരണയായിട്ട് 3 വർഷം വരെ ആരും അവകാശപ്പെടാതെ കിടക്കുന്ന തുക, അതിനാണ് നമ്മൾ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കണക്കാക്കി സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ഇത് പിന്നീട് തിരികെ ലഭിക്കാൻ വേണ്ടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ഇനി സാധാരണഗതിയിൽ റവന്യൂ ഡിപ്പോസിറ്റുകൾക്ക് സർക്കാർ പലിശ നൽകാറില്ല. അതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇപ്പോ അക്കൗണ്ടിങ് രീതി എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പോസിറ്റിന്റെ ഒക്കെ അക്കൗണ്ടിങ് രീതി എന്ന് പറഞ്ഞാൽ ട്രഷറി കോഡ് പ്രകാരം തുകകൾ സ്വീകരിക്കുന്നു, തിരികെ നൽകുന്നു കൃത്യമായ രേഖകൾ വഴിയായിരിക്കണമെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. തുക തിരികെ നൽകുമ്പോൾ ആദ്യത്തെ ചലാൻ നമ്പറും തീയതിയും പരിശോധിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ചുരുക്കത്തിൽ സർക്കാരിന്റെ പക്കൽ വിശ്വസ്തയോടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റ് മണിയായിട്ട് ഇതിനെ കാണാം, ഈ ഡിപ്പോസിറ്റിനെ ഒക്കെ. പ്രത്യേകമായി ഇനി റവന്യൂ ഡിപ്പോസിറ്റുകളായിട്ട് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഇനങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ അത് പല ഇതുണ്ട്. ഒന്ന്, റവന്യൂ റിക്കവറി വിൽപ്പനയിലെ കമ്മീഷൻ. ഇപ്പോൾ ഒരു റവന്യൂ റിക്കവറി കുടിശ്ശിക ഈടാക്കുന്നതിനായിട്ട് നടത്തുകയാണ്. ആ വസ്തുവകളിൽ ലേലം ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുകയിൽ നിന്നുള്ള കമ്മീഷൻ തുക ഇതിൽ ഉൾപ്പെടും. ഏതിൽ ഉൾപ്പെടും? റവന്യൂ ഡിപ്പോസിറ്റിൽ ഉൾപ്പെടും. രണ്ടാമത്തത്, സ്ഥാവര വസ്തുക്കളുടെ വിൽപ്പന തുക. ജപ്തി ചെയ്ത വസ്തുക്കളോ അല്ലെങ്കിൽ റവന്യൂ കുടിശ്ശിക തീർക്കാൻ മാറ്റിവെച്ച വസ്തുക്കളോ വിൽക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനവും താൽക്കാലികമായി ഈ അക്കൗണ്ടിൽ സൂക്ഷിക്കും. ഏത്? റവന്യൂ ഡിപ്പോസിറ്റിൽ സൂക്ഷിക്കും. മറ്റൊന്ന്, ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമുള്ള തുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലൂടെ നിശ്ചയിക്കപ്പെടുന്ന നഷ്ടപരിഹാര തുക
ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് വരെ ഡിപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. അതും റവന്യൂ ഡിപ്പോസിറ്റിൽ വരുന്നതാണ്. ഇനി സർവേ നിരക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തുവകകൾ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അടയ്ക്കുന്ന ഫീസ്. മറ്റൊന്ന് അഭയാർത്ഥി നിധി ഉണ്ട്. അതായത് ഏതെങ്കിലും ആക്ട് പ്രകാരം കണ്ടെടുക്കുന്ന നിധികൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ മൂല്യം. മറ്റൊന്ന് റവന്യൂ ഇനങ്ങളിൽ മുൻകൂട്ടി അടച്ച തുകയോ അല്ലെങ്കിൽ അമിതമായി അടച്ച തുകയോ തിരികെ നൽകാൻ മാറ്റിവെക്കും. അതും ഇവിടെ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കാണുകയാണ്. കോടതി ഉത്തരവ് പ്രകാരമുള്ള തുകയുണ്ട്. അതായത് കോടതി വിധികൾ വഴിയോ റവന്യൂ അധികാരികളുടെ പ്രത്യേക ഉത്തരവ് വഴിയോ കെട്ടിവെക്കുന്ന തുകയും ഈ റവന്യൂ ഡിപ്പോസിറ്റിൽ വരുന്നുണ്ട്. മറ്റൊന്ന് കടൽ തീരത്തോ മറ്റോ അടിഞ്ഞുകൂടുന്ന കപ്പൽ അവശിഷ്ടങ്ങൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക. മറ്റൊന്ന് അവകാശികളില്ലാത്ത വസ്തുക്കളുടെ മൂല്യം. അതായത് ഉടമസ്ഥരില്ലാത്തതോ അല്ലെങ്കിൽ ആരും അവകാശവാദം ഉന്നയിക്കാത്തതോ ആയ വസ്തുക്കൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക. ചുരുക്കത്തിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ കുറെ ഞാൻ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞതാണ്. സർക്കാരിലേക്ക് നേരിട്ടുള്ള വരുമാനമായിട്ട് ഉടൻ ചേർക്കാൻ കഴിയാത്തതും, അതായത് ഒരു റവന്യൂ റെസീറ്റ് ആയിട്ട് ചേർക്കാൻ പറ്റില്ല ഈ ഡിപ്പോസിറ്റുകൾ. എന്നാൽ ട്രഷറിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുമായ വിവിധ പണമിടപാടുകളെയാണ് റവന്യൂ ഡിപ്പോസിറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് സർക്കാരിലേക്ക് നേരിട്ട് വരുമാനമായിട്ടുള്ള റവന്യൂ റെസീറ്റ് ആയിട്ട് ഉടൻ ചേർക്കാൻ പറ്റില്ല. എന്നാൽ ട്രഷറിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുമായ വിവിധ പണമിടപാടുകളാണ് നമ്മൾ റവന്യൂ ഡിപ്പോസിറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ശരിക്കും റവന്യൂ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു വർഗീകരണമാണ്. അതായത് അക്കൗണ്ടിങ് സംബന്ധമായ കാര്യങ്ങൾക്കും ഓഫീസ് നടപടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വർഗീകരണമായിട്ട് മാത്രമേ ഈ റവന്യൂ ഡിപ്പോസിറ്റിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. ഇനി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് എണ്ണം പറയേണ്ടി വരും. ഇനി നമുക്ക് അതിൽ വരുന്ന ഒന്നാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ആ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിലേക്ക് കടക്കാം. അത് റവന്യൂ ഡിപ്പോസിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കരാർ അല്ലെങ്കിൽ നിബന്ധന പാലിക്കപ്പെടും എന്ന ഉറപ്പിന്മേൽ നൽകുന്ന തുകയാണിത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഞാൻ പറയാം. അതായത് ഒരു വ്യക്തിയോ സ്ഥാപനമോ സർക്കാരുമായോ മറ്റൊരു കക്ഷിയുമായോ കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കില്ല എന്ന ഉറപ്പിനായിട്ട് മുൻകൂട്ടി നൽകുന്ന തുകയാണ് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. അങ്ങനെ നമുക്കതിന് പറയാം. കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയോ സർക്കാരിന് നഷ്ടമുണ്ടാക്കുകയോ ചെയ്താൽ ഈ തുകയിൽ നിന്ന് അത് ഈടാക്കാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു വ്യക്തിയോ സ്ഥാപനമോ സർക്കാരുമായോ മറ്റൊരു കക്ഷിയുമായോ കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കില്ല എന്ന ഉറപ്പിനായിട്ട് മുൻകൂട്ടി നൽകുന്ന തുകയാണ് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയോ സർക്കാരിന് നഷ്ടം ഉണ്ടാക്കുകയോ ചെയ്താൽ ഈ തുകയിൽ നിന്ന് അത് ഈടാക്കും. ഇനി കരാർ ജോലികൾ നോക്കാം. നമുക്ക് റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം തുടങ്ങിയ പൊതുമരാമത്ത് ജോലികൾ ഏറ്റെടുക്കുന്ന കരാറുകാർ നിശ്ചിത തുക സെക്യൂരിറ്റി ആയിട്ട് കെട്ടിവെക്കേണ്ടതുണ്ട്. ഇനി സപ്ലൈ കോൺട്രാക്ട് ഉണ്ട്. അതായത് വിതരണ കരാർ എന്ന് പറയുന്നത് ഓഫീസുകളിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ എത്തിക്കാൻ കരാർ എടുക്കുന്നവർ നൽകുന്ന തുക, അതും സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൽ വരുന്നതാണ്. ഇനി ലേലങ്ങൾ, സർക്കാർ ലേലങ്ങളിൽ പങ്കെടുക്കുമ്പോൾ EMD നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം. അതായത് ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്, നിരത ദ്രവ്യം എന്നൊക്കെ മലയാളത്തിൽ പറയും. കൂടാതെ ലേലം ഉറപ്പിച്ചാൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ചില തസ്തികകളിൽ അതായത് പണം കൈകാര്യം ചെയ്യുന്ന കാഷ്യർമാരൊക്കെ അവർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നൽകേണ്ട ഡിപ്പോസിറ്റ് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഉദ്ദേശം അത് പണം നേരിട്ട് ട്രഷറിയിൽ അടയ്ക്കുന്നതിന് പുറമെ മറ്റ് രീതികളിലൊക്കെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. TSB നിക്ഷേപമായിട്ട്, ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട്, അങ്ങനെയൊക്കെ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് സ്വീകരിക്കാറുണ്ട്. ഇത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റും റവന്യൂ ഡിപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കരാർ പരിപാലനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്
സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. എന്നാൽ താൽക്കാലികമായി പണം സൂക്ഷിക്കാൻ ഇനി റവന്യൂ ഡിപ്പോസിറ്റും നമ്മളെ സഹായിക്കുന്നു. ഇനി തിരികെ നൽകലാണ്. ഈ കാലാവധി കഴിഞ്ഞാൽ, ഈ ഡിപ്പോസിറ്റിനൊക്കെ കാലാവധി കഴിഞ്ഞാൽ ബാധ്യതകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള തിരിച്ചു കിട്ടും. ഇനി വീഴ്ച വരുത്തിയാൽ സർക്കാരിന് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കണ്ടുകെട്ടാം. ഇനി തുക തിരികെ ലഭിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കരാർ കാലാവധി അവസാനിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ബാധ്യതകൾ ഒന്നുമില്ല അല്ലെങ്കിൽ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരികെ ലഭിക്കൂ. പലിശ സാധാരണയായിട്ട് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ലഭിക്കാറില്ല. സാധാരണഗതിയിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റുകൾക്ക് പലിശ ലഭിക്കാറില്ല. ഇനി മറ്റൊന്ന് പറയാനുള്ളത് സിവിൽ കോടതി നിക്ഷേപങ്ങളാണ്. സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ്. അതിപ്പോ കോടതി നടപടികളുടെ ഭാഗമായി കക്ഷികൾ കെട്ടിവെക്കുന്ന തുകയാണ് ശരിക്കും ഈ സിവിൽ കോടതി ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഒരു സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് റവന്യൂ ഡിപ്പോസിറ്റുകളുടെ ഒരു പ്രധാന ഉപവിഭാഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കോടതിയിൽ എങ്ങനെയൊക്കെയാ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു വസ്തുവിനെയോ പണമിടപാടിനെയോ ചൊല്ലിയുള്ള തർക്കത്തിൽ കോടതി വിധി വരുന്നത് വരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന തുകയെ നമുക്ക് സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് പറയാം. ഒരു വസ്തുവിനെയോ പണമിടപാടിനെയോ ചൊല്ലിയുള്ള രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു തർക്കം നിൽക്കുകയാണ്. അപ്പൊ കോടതി വിധി വരുന്നത് വരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന തുക. അപ്പൊ കോടതി വിധി വന്നതിന് ശേഷം ഏത് കക്ഷികൾക്കാന്ന് വെച്ചാൽ അത് കൈമാറാം, ആ രീതിയിൽ. ഇനി വാടക നിക്ഷേപങ്ങളിൽ എന്ന് പറഞ്ഞാൽ കെട്ടിട വാടകയുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വാടകക്കാരൻ കോടതിയിൽ കെട്ടിവെക്കുന്ന തുക. ഇപ്പൊ വിധി വരുന്നതിന് മുമ്പ് കോടതിയിൽ കെട്ടിവെക്കുന്ന തുകയെ നമുക്ക് സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് പറയാം. ലേലം വിളിച്ച തുക, അതായത് കോടതി വഴി സ്വത്തുക്കൾ ലേലം ചെയ്യുമ്പോൾ ലേലം പിടിച്ച ആൾ കോടതിയിൽ അടയ്ക്കുന്ന തുക, അത് കോടതി വഴി ലേലം ചെയ്യുമ്പോഴാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി കോടതി നിർദ്ദേശിക്കുന്ന തുകയും നമുക്ക് സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് പറയാം. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ കമ്മീഷൻ ഫീസ് ഉണ്ട്. അതായത് വസ്തു പരിശോധനയ്ക്കോ മറ്റോ കോടതി കമ്മീഷനെ നിയമിക്കുമ്പോൾ അവർക്ക് നൽകാനായി കക്ഷികൾ അടയ്ക്കുന്ന തുക, അത് ഈ സിവിൽ കോർട്ട് ഡിപ്പോസിറ്റിന്റെ അകത്ത് വരുന്നതാണ്. ശരിക്കും ഈ ഓരോ കോടതിയിലും ഈ നിക്ഷേപങ്ങൾ രേഖപ്പെടുന്ന പ്രത്യേക രജിസ്റ്ററുകൾ ഉണ്ടാവും. സാധാരണഗതിയിൽ ഈ കോടതി നിക്ഷേപങ്ങൾ, സിവിൽ കോർട്ട് ഡിപ്പോസിറ്റുകൾക്ക് പലിശ ലഭിക്കാറില്ല. എന്നാലും വലിയ തുകകൾ ദീർഘകാലത്തേക്ക് കിടക്കാൻ സാധ്യതയുണ്ട്. കക്ഷികളുടെ അപേക്ഷ പ്രകാരം കോടതി അത് സ്ഥിര നിക്ഷേപമായി മാറ്റാൻ ഉത്തരവിട്ടാൽ അത് ആ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ എല്ലാ ഇതിനു ശേഷം പാർട്ടി കക്ഷികൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ സിവിൽ കോർട്ട് ഡിപ്പോസിറ്റിന്റെ റീഫണ്ട് അത് തിരികെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത് നമുക്ക് പറയേണ്ടത്. അതായത് കേസ് അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴാണ് ഈ പണം പിൻവലിക്കാൻ സാധിക്കുക. പണം പിൻവലിക്കാൻ അർഹതപ്പെട്ട കക്ഷി കോടതിയിൽ എന്ത് ചെയ്യണം? പേയ്മെന്റ് അപേക്ഷ നൽകണം. കോടതിയുടെ ഉത്തരവ്, അതായത് പേയ്മെന്റ് ഓർഡർ ലഭിച്ചാൽ ട്രഷറി വഴി പണം ലഭിക്കും. ഇനി കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങൾ നമ്മൾ പറഞ്ഞതാണ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ്. അത് സിവിൽ കോടതിയിലുള്ള ഡിപ്പോസിറ്റുകൾ ലാപ്സ് ഡിപ്പോസിറ്റ് ആയാൽ എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നു. അതായത് റവന്യൂ ഡിപ്പോസിറ്റുകളെ പോലെ തന്നെ സിവിൽ കോടതി നിക്ഷേപങ്ങൾക്കും കൃത്യമായ കാലാവധിയുണ്ട്. സാധാരണയായി 3 വർഷം വരെ. ആരും അവകാശപ്പെടാതെ കിടക്കുന്ന തുക സർക്കാരിലേക്ക് കണ്ടുകിട്ടും. അപ്പോൾ ഇത് പിന്നീട് തിരികെ കിട്ടണമെങ്കിൽ കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടിവരും. സിവിൽ കോടതി നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നിയമങ്ങൾ സാധാരണഗതിയിൽ കേരള ട്രഷറി കോഡ്, സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് എന്നിവയിലാണ് വിശദീകരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് പോലെ തന്നെയുള്ള ഒന്നാണ് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ്. അതാണ് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ഇത് ക്രിമിനൽ കോടതികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി കെട്ടിവെക്കുന്ന പണത്തെയാണ് നമ്മൾ ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതും ശരിക്കും ട്രഷറിയുടെ റൂൾസ് അനുസരിച്ച് റവന്യൂ ഡിപ്പോസിറ്റുകളുടെ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത്.
ഇനിയിപ്പോൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ ക്രിമിനൽ കോടതികളിൽ പണം കെട്ടിവെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് കോടതി വിധിക്കുന്ന പിഴ ശിക്ഷകൾ പലപ്പോഴും ഉടൻ തന്നെ ട്രഷറിയിൽ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോടതിയിൽ നേരിട്ട് അടയ്ക്കാറുണ്ട്. ഇത് പിന്നീട് ട്രഷറിയിൽ സർക്കാരിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മളെ ഫൈൻ എമൗണ്ടുകൾ, ഏതെങ്കിലും തരത്തിലുള്ള പിഴ ശിക്ഷകൾ, അതായത് കോടതി വിധിക്കുന്ന പിഴ ശിക്ഷകൾ ചിലപ്പോൾ ട്രഷറിയിൽ അന്നേരം അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കോടതിയിൽ തന്നെ അത് നേരിട്ട് അടയ്ക്കാം. അങ്ങനെ വരുന്ന ആ ഡിപ്പോസിറ്റിനെ നമുക്ക് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റിന്റെ പരിധിയിൽ പറയാം. ഇനി മറ്റൊന്ന്, ഈ തൊണ്ടി മുതലുകൾ വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്ന തുക. അതായത് കേസ് നടപടികളുടെ ഭാഗമായി പിടിച്ചെടുക്കുന്ന കേടാകുന്ന സാധനങ്ങൾ, അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ പോലുള്ള സാധനങ്ങൾ കോടതി അനുമതിയോടെ ലേലം ചെയ്താൽ ആ തുക കോടതിയിൽ നിക്ഷേപിക്കും. അപ്പൊ അതിനെയും നമുക്ക് എന്തായിട്ട് പറയാം? ഈ ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റിന്റെ പരിധിയിൽ പറയാം. മറ്റൊന്ന് നഷ്ടപരിഹാര തുകയാണ്, അത് കോമ്പൻസേഷനാണ്. അതായത് പ്രതി വാദിക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിടുന്ന നഷ്ടപരിഹാര തുക കോടതിയിൽ കെട്ടിവെക്കാം. അതായത് ഒരു പ്രതിയും വാദിയും ഉണ്ടാവും ഒരു കേസിൽ, ആ പ്രതി വാദിക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിടുന്ന ഒരു തുക, അത് നഷ്ടപരിഹാര തുകയായിരിക്കും. ആ തുക കോടതിയിൽ കെട്ടിവെക്കാം. അങ്ങനെ കെട്ടിവെച്ചാൽ ആ കെട്ടിവെക്കുന്ന തുകയ്ക്കും നമുക്ക് ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ് എന്ന വിഭാഗത്തിൽ പറയാം. മറ്റൊന്ന് ഈ സാക്ഷി പടി, അതായത് സാക്ഷികളെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ഹാജരാക്കുമ്പോൾ അവർക്ക് നൽകേണ്ട ചെലവുകൾക്കായി കക്ഷികൾ കെട്ടിവെക്കുന്ന തുക. ഇപ്പൊ സാക്ഷി പറയാൻ പോകുമ്പോൾ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതാണോ ഈ കേസിലെ കക്ഷികൾ, അവര് എന്താ പറയണ്ടേ, വിറ്റ്നസ് എക്സ്പെൻസ് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അതും ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റിന്റെ പരിധിയിൽ ഉള്ളതാണ്. പിന്നെ വേറൊന്ന് ബെയിൽ ബോണ്ടാണ്. ബെയിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷുവർട്ടി ബോണ്ട് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജാമ്യം ലഭിക്കുന്നതിനായിട്ട് കോടതിയിൽ നിശ്ചിത തുക കെട്ടിവെക്കാൻ ഉത്തരവിടാറുണ്ട്. അത് ക്യാഷ് സെക്യൂരിറ്റി ആയിട്ടാണ്. അതും നമുക്ക് എന്തായിട്ട് പറയാം? ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ് എന്ന വിഭാഗത്തിൽ പറയാം. അപ്പോൾ സാധാരണഗതിയിൽ ഈ ക്രിമിനൽ കോടതികളിൽ ലഭിക്കുന്ന പണം കോടതിയിലെ ശിരസ്താദാർ എന്ന് പറയും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് മറ്റൊരു പേരുണ്ട്, അത് നസറാത്ത് എന്നാണ്. നസറാത്ത് വിഭാഗം അല്ലെങ്കിൽ ശിരസ്താദാർ വിഭാഗമാണ് ഈ ക്രിമിനൽ കോടതികൾ ലഭിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നത്. നമ്മളവിടെ ലഭിക്കുന്ന പണത്തിന്, കോടതിയിൽ ലഭിക്കുന്ന പണത്തിന് കോടതിയിൽ നിന്ന് റെസീറ്റ് കിട്ടും. ഈ തുക ശരിക്കും കൃത്യമായിട്ടുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം ട്രഷറിയിലെ ക്രിമിനൽ കോടതി ഡിപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഇനി ഈ ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റ് റീഫണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഒന്നുകിൽ അങ്ങനെയുള്ള ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റുകൾ റീഫണ്ട് ചെയ്യുന്നത് ഒന്നുകിൽ കേസ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതി ഉത്തരവ് പ്രകാരമോ ജാമ്യത്തുകയോ മറ്റു നിക്ഷേപങ്ങളോ തിരികെ ലഭിക്കും. ഇതിനായിട്ട് നമ്മൾ കോടതിയിൽ അപേക്ഷ നൽകുകയും കോടതി നൽകുന്ന ചെക്ക് അല്ലെങ്കിൽ പേയ്മെന്റ് ഓർഡർ വഴി ട്രഷറിയിൽ നിന്ന് പണം കൈപ്പറ്റുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി സാധാരണഗതിയിൽ ഈ കണ്ടുകെട്ടൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് കോടതിയിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ പ്രതി ഒളിവിൽ പോവുകയോ ചെയ്താൽ ജാമ്യമായി കെട്ടിവെച്ച തുക കോടതിക്ക് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് അധികാരമുണ്ട്. അതായത് ഇപ്പോൾ 50,000 രൂപ ക്യാഷ് കെട്ടിവെക്കാൻ പറഞ്ഞാൽ ആ കെട്ടിവെച്ച് ജാമ്യം എടുത്തു കഴിഞ്ഞാൽ ഈ ജാമ്യം എടുത്ത ആള് മുങ്ങി, അല്ല പിന്നെ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ കെട്ടിവെച്ച തുക കണ്ടുകെട്ടാൻ കോടതിക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്തരം കണ്ടുകെട്ടുന്ന തുക ശരിക്കും പിന്നീട് തിരിച്ചു കൊടുക്കില്ല. ആ തുക പിന്നീട് സർക്കാരിലേക്ക് സ്ഥിരമായിട്ട് കണ്ടുകെട്ടും, അല്ലെങ്കിൽ സർക്കാരിലേക്ക് സ്ഥിരമായിട്ട് മാറ്റും എന്നാണ് പറയുന്നത്. ഇനി ഈ മറ്റ് ഡിപ്പോസിറ്റുകളെ ഒക്കെ പോലെ തന്നെ ക്രിമിനൽ കോർട്ട് ഡിപ്പോസിറ്റുകളും നിശ്ചിത കാലാവധിന്, ഇതിവിടെ 3 വർഷമാണ്. ആരും കൈപ്പറ്റിയില്ലെങ്കിൽ
അതിനെ നമ്മൾ ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് ആയിട്ട്, ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞ കേസുകളിലൊക്കെ തന്നെ 3 ഇയർ ആണ് ലാപ്സ്ഡ് ഡിപ്പോസിറ്റ് കണക്കാക്കിയിട്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ഇത്രയുമാണ് അതിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ സമയം ഒരു 25 മിനിറ്റ് ഈ വീഡിയോയിൽ ആയി ഇപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിച്ച് അടുത്ത ക്ലാസ് നമുക്ക് ഇതിൻ്റെ ബാക്കി, ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഡിപ്പോസിറ്റ് എന്താണെന്നുള്ള ഒരു ആശങ്ക കളയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സംവിധാനം മാത്രമാണ് എന്ന രീതിയിലേക്ക് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. വീണ്ടും കേട്ട് നോക്കുക ഒരിക്കൽ കൂടി. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കേട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് വ്യക്തമാക്കും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ നാവിൽ നിന്ന് വന്ന ഒരു തെറ്റ്, അത് ഇവിടെ കുറച്ച് ക്ലാസ്സിൻ്റെ സമയത്ത് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. അതിനുള്ള വ്യക്തമായ പിന്നെ ഫർദർ ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിർത്താം. ഇത് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.